ഗുഡ് മോർണിംഗ്. നമ്മൾ ലാസ്റ്റ് 2 days ആയിട്ട് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ അതിൻ്റെ ട്രേഡ് ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാം എന്തായിരുന്നു സംഭവിച്ചതെന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. അതിനുമുമ്പ് ഇന്നത്തെ ലെവൽസൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്തേക്കാം. നിഫ്റ്റിയിൽ 24,636 എന്നുള്ള അപ്സൈഡ് ലിക്വിഡിറ്റിൻ്റെ മുകളിലാണ്. അതുപോലെ ബാങ്കിൽ 55, 38 ഈ രണ്ട് ലിക്വിഡ് അപ്സൈഡ് ലിക്വിഡിറ്റിൻ്റെ മുകളിലാണ് മാർക്കറ്റ് ഓപ്പൺ ആയതല്ല, ഇപ്പം അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇനീഷ്യലി ഡൗൺ സൈഡ് ട്രേഡിനായിരിക്കും പ്ലാൻ ചെയ്യുക. 1 മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ നോക്കി താഴേക്കുള്ള ട്രേഡിനായിരിക്കും പ്ലാൻ ചെയ്യുക. നിഫ്റ്റിയിൽ ഒരുപാട് അപ്സൈഡും ഉണ്ട്. നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ താഴേക്ക് നോക്കാം 1 മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ വെച്ചിട്ട്. ഈവൻ നിഫ്റ്റിയോ ബാങ്കിലോ ഏതാ വരുന്നത് വെച്ചാൽ നോക്കാം. ഇനി നമുക്ക് ചെക്ക് ചെയ്യാം. ഞാൻ ഏതായാലും അപ്ഡേറ്റ് ചെയ്യാം, ട്രേഡ് വരുന്ന സമയത്ത് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് 2 daysലുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കിവിടെ ഡേറ്റ് കൊടുക്കാം. മെയിൽ നമ്മൾ വീഡിയോ ചെയ്യാത്തത് ഇന്നലെയും ഞാനാണല്ലോ. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് 2 ദിവസത്തെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. പ്രിവ്യൂ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. നമ്മൾ 2 ദിവസവും ലോസ് തന്നെയായിരുന്നു. ഫസ്റ്റ് ഡേ 2 SL, സെക്കൻഡ് ഡേ 1 SL. അതായത് 6,000 സംതിങ് ലോസാണ് 12-ാം തീയതി. 13-ാം തീയതി നമുക്ക് 6,000 സംതിങ് ലോസാണ്. അതായത് ഒരു ദിവസം 1 ട്രേഡ് SL അടിച്ചു, രണ്ടാമത്തെ ദിവസം 2 ട്രേഡ് SL അടിച്ചു. അതായത് ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലും SL തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്തെന്നുള്ളൂ. SL കിട്ടിയെന്ന് വിചാരിച്ച് വീഡിയോ ചെയ്തല്ല. എന്നാലും എനിക്ക് കുറച്ച് നേരത്തെ പോകേണ്ടി വന്നു. 2 ദിവസം കുറച്ച് ബിസി ആയിരുന്നു, അതുകൊണ്ടാണ് ചെയ്യാൻ പറ്റാതിരുന്നത്. പക്ഷേ അത് ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും ചെയ്യുക. കാരണം നമ്മൾ വെറുതെ ട്രേഡിങ്ങിൽ എപ്പോഴും നിങ്ങൾക്ക് അറിയാമല്ലോ, പ്രോഫിറ്റും ലോസും ഒക്കെ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഇനിയിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് 5 ദിവസം SL ആണോ 10 ദിവസം SL ആണോ നമുക്കറിയില്ല. നമ്മൾ കറക്റ്റ് എൻ്റെ ഒരു സിസ്റ്റം എന്താണോ അത് ഞാൻ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക, ട്രേഡ് ചെയ്യുക, നമ്പർ ഓഫ് ട്രേഡ്സ് കൺട്രോൾ ചെയ്യുക. സമയം 10:13 ആയിട്ടുണ്ട്. നമുക്ക് നിഫ്റ്റിയിൽ ഒരു ഡൗൺ സൈഡ് ട്രേഡിന് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതുപോലെ ബാങ്ക് നിഫ്റ്റിയിലുണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ പ്രീവിയസ് ഡേൻ്റെ ഒരു 50 മിനിറ്റ്സ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടുള്ളൊരു എൻട്രി ചെയ്യാണ്. ഒരു ഏരിയയിലേക്ക് വന്നാൽ നമുക്കൊരു പുട്ട് ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് ക്രിയേറ്റ് ചെയ്തൊരു ലിക്വിഡിറ്റി ഏരിയ ഉണ്ട്. കുറച്ചും കൂടി 55,080 മുകളിലേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ താഴേക്ക് നോക്കാം. അപ്പോൾ ഏതിലാണ് ആദ്യം ഓപ്പർച്യൂണിറ്റി വരുന്നത് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. എൻട്രി വരട്ടെ, നിഫ്റ്റിയിലാണോ ബാങ്കിലാണോ എൻട്രി വരുന്നത് അതിനനുസരിച്ച് നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. ഓക്കെ, വെയിറ്റ് ചെയ്യാം. രണ്ടും എൻട്രിയുടെ ഏരിയയുടെ തൊട്ടടുത്ത് തന്നെയാണ്. രണ്ടിലും വന്നിട്ടില്ല, വെയിറ്റിംഗ് ആണ്. നിഫ്റ്റിയാണ് കുറച്ചും കൂടി അടുത്തായിട്ട്. ബാങ്ക് നിഫ്റ്റിയിൽ ഒരു 12 പോയിന്റ് കൂടി പോകണം. ഓക്കെ, എൻട്രി വന്നിട്ടുണ്ട്. നമുക്ക് എൻട്രി എടുക്കാം. കുറച്ച് വീഡിയോ എന്താ സ്റ്റക്കായി തോന്നുന്നുണ്ട് കേട്ടോ, കുറച്ച് നേരം. അപ്പോൾ നമ്മൾ ഓൾറെഡി എൻട്രി എടുത്തിട്ടുണ്ട്. നിഫ്റ്റിയിൽ എൻട്രി എടുത്തിട്ടുണ്ട്. നിഫ്റ്റി സെക്കൻഡ് സ്റ്റോപ്പ് ലോസ് 6 points ആണ്. ടാർജറ്റ് 1:5 എബോവ് ആണ്. നമുക്ക് ആ ഒരു പ്രീമിയം ചാർട്ട് വേണമെങ്കിൽ ആഡ് ചെയ്തിടാം. 25,750 പുട്ടോ 24,750 പുട്ട് ഓപ്ഷനാണ് ഞാൻ എടുത്തത്. ആ ഒരു ഏരിയയിൽ നിന്ന് താഴേക്ക് വരും എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യൂ. മാർക്കറ്റ് പക്ഷേ മുകളിലേക്ക് തന്നെയാണ് പോകുന്നതെങ്കിൽ നമ്മുടെ SL നമ്മൾ കൊടുക്കേണ്ടി വരും. SL 6 points ആണ്. അതായത് 3,000 റേഞ്ചിൽ നമുക്ക് ലോസ് വരും. ഇൻ കേസ് മാർക്കറ്റ് ടാർജറ്റ് ഏരിയയിലേക്ക് വരികയാണെങ്കിൽ നമുക്കൊരു 15,000 എബോവ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. 15,000 60,000 എബോവ് ഒക്കെ വരാൻ ചാൻസ്. കാരണം 1:5 എബോവ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. മാർക്കറ്റ് ഒരു സ്പീഡായിട്ട് വരികയാണെങ്കിൽ ടാർജറ്റിലേക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ സ്റ്റിൽ ആ എൻട്രി വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ബാങ്ക് നിഫ്റ്റി 55,080 മുകളിലേക്ക് മാർക്കറ്റ് വരികയാണെങ്കിലാണ് എൻട്രി ഉള്ളത്. ഏതായാലും ഞാനൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിച്ചു തരാം. ചെറിയ പ്രോഫിറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ സ്റ്റക്ക് ഉണ്ട് സിസ്റ്റത്തിന്. നമ്മുടെ ഫസ്റ്റ് ട്രേഡ് SL അടിച്ചിട്ടുണ്ട്. SL നിഫ്റ്റിയിൽ ഓൾമോസ്റ്റ് 112 നമ്മൾ എൻട്രി, 106 എക്സിറ്റ് ആയിട്ടുണ്ട്. 3,200 റേഞ്ചിൽ നമുക്ക് ലോസ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ബാങ്ക് നിഫ്റ്റിയിലും ആ ഒരു എൻട്രി ഏരിയ എത്തിയിട്ടുണ്ട് കേട്ടോ. ബാങ്ക് നിഫ്റ്റിയിലും ആണെങ്കിൽ ഒരു ട്രേഡ് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നുള്ളൂ. ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പം എൻട്രി ഓൾറെഡി വന്നിട്ടുണ്ട്. അവിടെ ക്യാൻഡിൽ ഇന്ന് ക്രിയേറ്റ് ചെയ്തൊരു പ്രൈസ് ആക്ഷൻ 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഒക്കെ ടാപ്പ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി.
അതിനുശേഷം മാർക്കറ്റ് ആ ഒരു റേഞ്ചിൽ തന്നെയാണ് നമുക്ക് എൻട്രി എടുക്കാം. പ്രീമിയം ഓൾമോസ്റ്റ് സെയിം റേഞ്ചിൽ തന്നെയാണ്. പക്ഷേ എന്താ വെച്ചാൽ നമ്മുടെ സെക്കൻഡ് ട്രേഡാണ്. ഇതിൽ സെൽ അടിച്ചാൽ പിന്നെ നമുക്ക് ഇന്ന് ട്രേഡ് ഉണ്ടാവില്ല. ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, എൻട്രി ഈ ഒരു ഏരിയയിൽ നിന്നായിരിക്കും വന്നിട്ടുണ്ടാവുക. സെയിം ഓൾമോസ്റ്റ് ആ റേഞ്ച് തന്നെ, അതിനേക്കാൾ കുറച്ച് കുറവുണ്ട് പ്രീമിയം എന്നാലും എനിക്ക് തോന്നുന്നു. ആ ഒരു റേഞ്ച് തന്നെയാണ്. നമുക്ക് ഇന്നത്തെ ഡേ ലോ വരെയൊക്കെ ടാർഗറ്റ് വെക്കാൻ പറ്റും. നോക്കാം. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ 55,100 പുട്ട് ഓപ്ഷൻ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം എത്ര പ്രീമിയം എന്നുള്ളത്. 696 ഉള്ളത്. നമുക്ക് നേരത്തെ 695 റേഞ്ചിലൊക്കെ തന്നെയാണ്, 690-95 റേഞ്ചിലേക്ക് തന്നെയാണ് എൻട്രി വന്നിട്ടുണ്ടാവുക. അത് സെയിം ഏകദേശം അതേ പ്രീമിയം തന്നെയാണുള്ളത്. നമുക്ക് വേണമെങ്കിൽ 690 ഉണ്ട്. ഇപ്പോൾ അതിനെക്കാട്ടി കുറച്ച് കുറവാണ് കിട്ടിയത്. നമുക്ക് ആ എൻട്രി ഒന്ന് എടുത്തു നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ പുട്ട് ഓപ്ഷൻ ഇവിടെ പ്രീമിയം അന്ന് പോവുമോ മുകളിലേക്ക്? ശരി, പ്രോബബിലിറ്റി ഉണ്ട്. ഇന്ന് ക്രിയേറ്റ് ചെയ്ത ഒരു ലിക്വിഡിറ്റിയാണ്. നമ്മൾ നേരത്തെ നിഫ്റ്റിയിൽ എടുത്ത് പ്രീവിയസ് ഡേൻ്റെ മാർക്കിംഗ് പ്രകാരമുള്ള എൻട്രിയാണ്. ഇത് ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് ക്രിയേറ്റ് ചെയ്ത എൻട്രിയാണ്. നേരത്തെ ക്യാൻഡിൽ ടാപ്പൊക്കെ നേരത്തെ വന്നിട്ടുണ്ട്, പക്ഷേ സെയിം റേഞ്ചിൽ പ്രീമിയം ഉണ്ട്. പ്രീമിയനേക്കാൾ കുറവാണ് ഇപ്പോൾ ശരിക്കും. നമുക്കൊരു എൻട്രി കൺസിഡർ ചെയ്യാം. 55,100 പുട്ട് ഓപ്ഷൻ നമുക്ക് 150 ക്വാണ്ടിറ്റി 20 പോയിൻ്റ് SL നമുക്കൊരു എൻട്രി എടുക്കാം. 6 അതിനേക്കാളും നേരത്തെ നമുക്ക് 10 പോയിൻ്റ് കുറവിൽ കിട്ടിയിട്ടുണ്ടല്ല, 684 കിട്ടിയിട്ടുണ്ട് നമുക്ക് എൻട്രി. നേരത്തെ എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 694 ആയിരിക്കും കിട്ടുക. നോക്കാം. ഇനി ചിലപ്പോൾ ചെറിയ റൂം കിട്ടും നമുക്ക് സ്റ്റോപ്പ് ലോസിന്. ചിലപ്പോൾ ഇൻ കേസ് വരികയാണെങ്കിലും SL അടിക്കാനും താഴേക്ക് തന്നെയാണോ കണ്ടിട്ട് സുഖം കിട്ടില്ലല്ലേ. എന്തായാലും നോക്കാം. നമുക്ക് നമ്മുടെ സെക്കൻഡ് ട്രേഡാണ്. ഇതിലെന്താണ് ടാർഗറ്റാണോ SL ആണോ എന്നുള്ളത് നോക്കാം. നമുക്ക് അറിയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, കണ്ടിന്യൂസ് ആയിട്ട് ചിലപ്പോൾ എത്ര ദിവസമാണ് SL, എത്ര ദിവസമാണ് ടാർഗറ്റ് ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യം കറക്റ്റ് ടൈമിൽ എൻട്രി എടുക്കുക, നല്ലൊരു സിസ്റ്റത്തിൽ എൻട്രി എടുക്കുക, അത്രയേ ഉള്ളൂ. അതിനനുസരിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. SL ആണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് നാളെ അവസരം നോക്കാം, അത്രേ ഉള്ളൂ. കൂളായിട്ടിരിക്കുക, ഇമോഷണലി പ്രശ്നം വരാതെ ഓവർ ട്രേഡ് ചെയ്യാതിരിക്കുക, അത്രേ ഉള്ളൂ. 2 SL കഴിഞ്ഞാൽ നിർത്തുക. ചെറിയ പ്രോഫിറ്റിലേക്ക് വരുന്നുണ്ട്. ഏതായാലും ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചാൽ മാർക്കറ്റ് ഒന്ന് കയറുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ലിക്വിഡിറ്റി എടുത്തിട്ട് ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ടൊക്കെ പോലെ അതും കാണിക്കുന്നുണ്ട് അവിടെ. 2000 അടുത്തൊക്കെ പ്രോഫിറ്റ് 1700-800 ഉണ്ട്. 2000 തന്നെ ആയി. ഏതായാലും 3000 ആയി. നല്ല പോക്ക് പോകുന്നുണ്ടല്ലേ. 3000 നോക്കാം നമുക്ക്. ഇവർ അധികം നോക്കാം. കോസ്റ്റ് കുറച്ച് തന്നെ വെക്കുക വേണമെങ്കിൽ, ഒരു സ്വിംഗ് ലോക്ക് എടുക്കുമ്പോൾ. ഏതായാലും ഞാനൊന്ന് അപ്ഡേറ്റ് ചെയ്യാം. സമയം 10:58 നമുക്ക് എന്താ പറയുക, അത്യാവശ്യം നല്ല പ്രോഫിറ്റ് വന്നല്ലേ. 9800 റേഞ്ചിലായിട്ടുണ്ട്. നമുക്ക് നിഫ്റ്റിയിൽ ഒരു ലിക്വിഡിറ്റി ഏരിയ ഉണ്ട് 24,690. ഞാൻ പറഞ്ഞില്ലേ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി. അപ്പോൾ അത് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം. നോക്കാം. ഓക്കെ, ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടുണ്ട് നിഫ്റ്റിയിൽ. നമുക്ക് എക്സിറ്റ് ചെയ്യാം. ട്രേഡിൽ എക്സിറ്റ് ചെയ്യാം. ഓൾമോസ്റ്റ് 10,000 ഉണ്ട് പ്രോഫിറ്റ്. എക്സിറ്റ് ചെയ്ത് ഞാൻ പറയാം എന്താ വെച്ചാൽ, നമുക്ക് അത്യാവശ്യം 10,000 15,000 ആണ് നമ്മുടെ 1:5 എന്ന് പറഞ്ഞാൽ. പക്ഷേ 1:3 എബോവ് ഉണ്ട്, 1:3 റേഞ്ചിൽ 3 എബോവ് ഉണ്ട് ട്രേഡിൽ. എന്താ വെച്ചാൽ ഇതിൽ നമുക്ക് ഈ എൻട്രി ടൈം ഇതൊക്കെ കാണുന്നത് 684 എൻട്രി എടുത്തിട്ട് 752 എക്സിറ്റ് ചെയ്തത്. അവിടെ ഒരു നിഫ്റ്റിയിലൊരു 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയ ഉണ്ട് ഇന്ന് ക്രിയേറ്റ് ചെയ്ത്. അപ്പോൾ മുകളിലേക്ക് പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇൻ കേസ് മാർക്കറ്റിൽ നമുക്ക് അപ്പ് സൈഡിലേക്ക് എൻട്രി കിട്ടുകയാണെങ്കിൽ നമുക്കതൊന്ന് നോക്കാം. നിഫ്റ്റിയിൽ ഒരു മാർക്കറ്റ് ഓവറോൾ ബുള്ളിഷ് ആയതുകൊണ്ട് മുകളിലേക്ക് പോകാനും ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ മാർക്കറ്റ് ഇതിലേക്ക് ടാർഗറ്റ് ലെവൽ ഉണ്ടെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാം. കാരണം 24,740 റേഞ്ചിൽ ഒരു അപ്പ് സൈഡ് ലിക്വിഡിറ്റി ഉണ്ട്. ഇനി അത്
ആ ഒരു ഏരിയയിലേക്ക് ഒരു എൻട്രി കിട്ടുകയാണെങ്കിൽ ഒരു മിനിമം 1:5 റേഞ്ചിൽ ടാർഗറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. പറയാൻ പറ്റില്ല. ഇനി ഇറങ്ങി ബാങ്ക് നിഫ്റ്റിയിൽ 752 ആ പ്രീമിയം ഒക്കെ കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അല്ലേ. നമ്മൾ കറക്റ്റ് ടൈമിൽ അവർ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തപ്പോൾ ഇറങ്ങിയതിനെ കൊണ്ടാണ് നമുക്ക് മാക്സിമം പ്രോഫിറ്റ് തന്നെ കിട്ടിയത്. ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം, ചാൻസ് വരട്ടെ. ഓക്കെ, സമയം 11:56. നമ്മൾ അതിനുശേഷം ഒരു ട്രേഡും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു നിഫ്റ്റിയിൽ. പക്ഷേ അത് അപ്പം തന്നെ ഇറങ്ങിയത് കാരണം ആ എൻട്രി കിട്ടിയ സമയത്ത് ടാർഗറ്റിലേക്ക് ഡിസ്റ്റൻസ് ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് എടുക്കാതിരുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ ആ ഒരു ട്രേഡ് കണ്ടല്ലോ, നമ്മൾ നിഫ്റ്റി ടാർഗറ്റ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തു കരുതിയിട്ട് ഇറങ്ങിയ ട്രേഡ് ബാങ്ക് നിഫ്റ്റിയിലെ ടാർഗറ്റ് അടിച്ചു ചെയ്തു. നിഫ്റ്റിയിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് എൻട്രി വന്നത്, പക്ഷേ ഒരു 44 പോയിന്റ്സ് ഒക്കെ ഉള്ളായിരുന്നു അവിടെ ആ ഒരു റേഞ്ചിൽ. അപ്പോൾ ഞാൻ എൻട്രി എടുത്ത ഉടനെ തന്നെ എക്സിറ്റ് ചെയ്തത്, കാരണം നമ്മൾ ആ ഒരു ക്രൈറ്റീരിയ ആയില്ല, ടാർഗറ്റിലേക്ക് ഡിസ്റ്റൻസ് ഇല്ല, അതുകൊണ്ട് അവിടെ തന്നെ ഇറങ്ങി. പക്ഷേ വീണ്ടും ഡൗൺ സൈഡ് ലിക്വിഡിറ്റി നിഫ്റ്റി ടാപ്പ് ചെയ്തിട്ടുണ്ട്, മുകളിലേക്ക് പോകാനൊക്കെ പ്രോബബിലിറ്റി ഉണ്ടാവും. പക്ഷേ ഇന്ന് ഇനി ട്രേഡ് ചെയ്യില്ല, കാരണം ഒന്ന് നമ്മൾ വെറുതെ എക്സിറ്റ് ചെയ്ത ട്രേഡ് 1:5 ടാർഗറ്റ് അടിച്ചു. പിന്നെ നമ്പർ ഓഫ് ട്രേഡ്സ് ഇപ്പോൾ 3 ഇനി നാളെ മുതൽ നമ്മൾ 2 ട്രേഡ് ഒരു ദിവസം ചെയ്യുള്ളൂ. കാരണം ഈ മാസം തന്നെ ചില ദിവസം പ്രോഫിറ്റ് ആകുമ്പോൾ നമ്മൾ അറിയാതെ 2, 3, 4 ട്രേഡ്സ് വന്നുകൊണ്ട് അത് വലിയ പ്രശ്നമാണ്. അത് നമ്മളെ ഡിസിപ്ലിനെ വല്ലാണ്ട് ബാധിക്കുന്ന വിഷയമാണ്. അപ്പോൾ നാളെ മുതൽ കറക്റ്റായിട്ട് 2 ട്രേഡേ ഉണ്ടാവുള്ളൂ. എത്ര ചാൻസ് ഉണ്ടെങ്കിൽ 2 ട്രേഡ്. ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ ഒരു നല്ല ട്രേഡ് കിട്ടിയാൽ മുകളിലേക്ക് ടാർഗറ്റൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ ചെയ്യുന്നില്ല. ഇന്നത്തെ ദിവസം സ്റ്റോപ്പ് ചെയ്യാണ്, നാളെ നോക്കാം. ഇനി എല്ലാ ദിവസവും ഈ 2 ട്രേഡ് മാക്സിമം ഈ 2 ട്രേഡ് എടുക്കുന്ന പരിപാടിയുള്ളൂ. ഒന്ന് നമ്മൾ ഓൾറെഡി ഒരു ട്രേഡിൽ വെറുതെ എക്സിറ്റ് ചെയ്ത് 1:5 പോയി ഇന്ന്. അപ്പോൾ ഇമോഷണലി ഒരു പ്രോബ്ലം വരാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇനി ഇന്നത്തെ ദിവസം നമുക്ക് നോക്കിയിരിക്കാം, വാച്ച് ചെയ്യാം, നാളെ നോക്കാം. എനിവേ, താങ്ക് യു, ബൈ. ഇന്ന് നമുക്ക് ഓവറോൾ 6,000 റേഞ്ചിൽ പ്രോഫിറ്റ് ഉണ്ട്. 6,000 അല്ല 7,000 റേഞ്ചിൽ പ്രോഫിറ്റ് ഉണ്ട്. താങ്ക് യു, ബൈ.